Welcome back, dear students. Today we are going to another story. The title of our story is The Garden Party, which was written by Katherine Mansfield. Kathleen Mansfield Bishop Murray was born on 14 October 1888 and brought up in colonial New Zealand. Writing under the pen name of Katherine Mansfield, she left for Great Britain in 1908. Mansfield was seen as one of the prime innovators of the short story form. She was a prominent writer of short fiction, and her stories opened rather abruptly, often focusing on moments of disruption. Among her most well-known stories are The Garden Party, The Doctors of the Late Canal, and The Fly. During the First World War, Mansfield contracted extrapulmonary tuberculosis, which led to her death on January 1923 at the age of 34. The Garden Party was first published in 1922 in a collection entitled The Garden Party and Other Stories, and immediately it became a success. This story, The Garden Party, too like her other stories, opened rather abruptly and is often criticized as having an unsatisfactory ending. The time is early summer in a year in the first decade of the 20th century. The time is early summer. The story unfolds at the estate of a well-to-do upper-class family on Tinakori Road in Wellington, New Zealand, and the nearby home of a poor lower-class family, and on the road between the two dwellings. This was a real-life locale where author Katherine Mansfield lived in 1898. The story is structured around an early afternoon garden party in New Zealand. The story has clear connection to Mansfield's own childhood and adolescence in New Zealand. It draws on an incident from Mansfield's life. In March 1907, her mother gave a garden party in their Wellington house, but a street accident befell a neighbor living in a poor quarter nearby. The main character of the story, Laura, she is an idealistic young girl who wishes to cancel the planned afternoon gathering when she learns of the death of the working class laborer. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദ ഗാർഡൻ പാർട്ടി എന്ന് പറഞ്ഞാൽ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്രൊഫൈലിലൂടെ പോവാം. അവരുടെ പേര് റിയൽ നെയിം എന്ന് പറഞ്ഞാൽ കാത്ലീൻ മാൻസ്ഫീൽഡ് ബിഷപ്പ് മറി എന്നാണ്. അവർ ജനിക്കുന്നത് 14 ഒക്ടോബർ 1888 ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കൊളോണിയൽ ന്യൂസിലാൻഡ്. അവർ എഴുതുന്നത് അവരുടെ പെൻ നെയിം എന്ന് പറഞ്ഞത് കാത്ലീൻ മാൻസ്ഫീൽഡ് എന്നാണ്. മാൻസ്ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഷോർട്ട് സ്റ്റോറീസ് അവരുടേതായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഷോർട്ട് സ്റ്റോറി ഫോമിൻ്റെ വൺ ഓഫ് ദ പ്രൈം ഇന്നോവേറ്റർ എന്ന് പറയാം. പിന്നെ അവരുടെ സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് ഫിക്ഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോറീസൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് അബ്രപ്റ്റ് ഓപ്പണിംഗ് ആണ് വരുന്നത്. അവരുടെ മോസ്റ്റ് വെൽ നോൺ സ്റ്റോറീസാണ് ദ ഗാർഡൻ പാർട്ടി, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഓഫ് ദ ലേറ്റ് കാനൽ ആൻഡ് ഫ്ലൈ, ഇവയൊക്കെ തന്നെ. അവർ മരിക്കുന്നത് ട്യൂബർകുലോസിസ് മൂലം 9 ജാനുവരി 1923 അറ്റ് ദ ഏജ് ഓഫ് 34 വയസ്സുള്ള സമയത്താണ് മരിക്കുന്നത്. ദ ഗാർഡൻ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് സ്റ്റോറി അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1922 1922 പബ്ലിഷ് ചെയ്യുന്നത് കളക്ഷൻ്റെ പേര് ദി ഗാർഡൻ പാർട്ടി ആൻഡ് അതർ സ്റ്റോറീസ് എന്നാണ്. അത് പെട്ടെന്ന് തന്നെ സക്സസ് ആയി മാറുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു സ്റ്റോറിക്കും ഒരു റാദർ അബ്രപ്റ്റ് ഓപ്പണിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിക്ക് വന്ന ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അൺസാറ്റിസ്ഫാക്ടറി എൻഡിങ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോറി അൺഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അപ്പർ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു വെൽ ടു ഡു അപ്പർ ക്ലാസ് ഫാമിലിൻ്റെ എസ്റ്റേറ്റ്, അത് ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലെ തിനകരി റോഡിലാണ്. അതിനടുത്ത് തന്നെ ഒരു പുവർ ലോവർ ക്ലാസ് ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിട്ടാണ് ഈ ഒരു രണ്ട് ഡ്വെല്ലിങ്സിൻ്റെ ഇടയിൽ ഒരു റോഡുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് വരുന്നത്, സ്റ്റോറിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാതറിൻ മാൻസ്ഫീൽഡ് 1898 താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫ് ലൊക്കേൽ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ ഈ ഒരു വെല്ലിംഗ്ടണിലെ ഈ ഒരു ഫാമിലിയിൽ എന്താണ് ഒരു ഗാർഡൻ പാർട്ടി നടക്കുകയാണ്. മാൻസ്ഫീൽഡിൻ്റെ റിയൽ ലൈഫുമായിട്ട് ഒരുപാട് കണക്ഷൻസ് സ്റ്റോറിയിൽ വരുന്നുണ്ട്. കാരണം
1907 മാർച്ച് 1907 കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ അമ്മയെ ഇതുപോലെ എന്താണ് ഒരു ഗാർഡൻ പാർട്ടി വെല്ലിംഗ്ടൺ ഹൗസിൽ വെച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ട്രീറ്റ് ആക്സിഡൻറ്റിൽ എന്താണ് ഒരു അടുത്തുള്ള നൈബർ മരിക്കുന്നതും അങ്ങനെ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ സ്റ്റോറിയുടെ ഇൻസിഡൻറ്റും രണ്ടും തമ്മിൽ എന്താണ് കുറേ കണക്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് ലോറ എന്നാണ്. ലോറ എന്ന് പറഞ്ഞാൽ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള യങ് ഗേളാണ്. അപ്പോൾ നൈബറിൻ്റെ മരണം അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ലേബറിൻ്റെ ഈ ഒരു പുവർ മാൻ്റെ മരണം കേൾക്കുമ്പോൾ എന്താണ് ഇവൾക്ക് ഈ ഒരു പ്ലാൻഡ് ആഫ്റ്റർനൂൺ ഗാദറിങ് അല്ലെങ്കിൽ പാർട്ടി എന്താണ് ക്യാൻസൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള ഒരു സംഘർഷങ്ങളിലൂടെയൊക്കെ എന്താണ് ലോറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മാൻസ്ഫീൽഡിൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടെന്ന്. കാരണം മാൻസ്ഫീൽഡും നമ്മുടെ ക്യാരക്ടറായ ലോറയെ പോലെ തന്നെ എന്താണ് വളരെ വെൽ ടു ഡു ബിസിനസ്മാൻ്റെ മകളായിട്ടാണ് ജനിക്കുന്നത്. അതുപോലെ ഗാർഡൻ പാർട്ടിയിലുള്ള ഷെറിഡൻസ് ഫാമിലിയെ പോലെ തന്നെ ഇവരുടെ ഫാമിലി എന്താണ് വളരെ ലക്ഷറിയസ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിയൽ ലൈഫ് കണക്ഷൻസ് നമ്മൾ എന്താണ് കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ലൈഫും ഈ ഒരു സ്റ്റോറിയിലുള്ള ഇൻസിഡൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ലിസൺ പ്ലീസ്. ദ ഗാർഡൻ പാർട്ടി. And after all, the weather was ideal. They could not have had a more perfect day for a garden party if they had ordered it. Windless, warm, the sky without a cloud. Only the blue was veiled with a haze of light gold, as it is sometimes in early summer. The gardener had been up since dawn, mowing the lawns and sweeping them, until the grass and the dark flower rosettes where the daisy plants had been seemed to shine. As for the roses, you could not help feeling they understood that roses are the only flowers that impress people at garden parties, the only flowers that everybody is certain of knowing. Hundreds, yes, literally hundreds, had come out in a single night. The green bushes bowed down as though they had been visited by archangels. Breakfast was not yet over before the men came to put up the marquee. Where do you want the marquee put up, mother? My dear child, it's no use asking me. I'm determined to leave everything to you children this year. Forget, I am your mother. Treat me as an honored guest. But Meg could not possibly go and supervise the men. She had washed her hair before breakfast and she sat drinking her coffee in a green turban with a dark wet curl stamped on each cheek. Joe, the butterfly, always came down in a silk petticoat and kimono jacket. You will have to go, Laura. You are the artistic one. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നത് എന്താണ് ഒരു ഗാർഡൻ പാർട്ടിക്ക് വേണ്ട സെറ്റിങ്സ് ചെയ്യാണ്. അപ്പോൾ അന്ന് എന്താണ് വെതർ വളരെ ഐഡിയലാണ്, ഒരു ഐഡിയൽ വെതറാണുള്ളത്. കാരണം ഇത്രയും പെർഫെക്റ്റ് ഡേ ഗാർഡൻ പാർട്ടിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ ഇനി എന്താണ് കിട്ടണം എന്നില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ തന്നെയാണ് അവരെല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം വിൻഡ്ലെസ് ആണ്, അതുപോലെ തന്നെ വാമാണ്, സ്കൈയിൽ ക്ലൗഡൊന്നുമില്ല, എന്ന് വെച്ചാൽ കാർമേഘങ്ങളില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, കാറ്റില്ല, അങ്ങനെ അത്രയും നല്ലൊരു അന്തരീക്ഷമാണ് അന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ഡേയിൽ തന്നെയാണ് നമ്മുടെ ഗാർഡൻ പാർട്ടി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഗാർഡനർ അല്ലെങ്കിൽ അവരുടെ ഗാർഡനർ എന്താണ് എല്ലാം തന്നെ അത് ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ലോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, അവിടെ സ്വീപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ആ സമയം തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വാസ് നോട്ട് യെറ്റ് ഓവർ ബിഫോർ ദ മെൻ കെയിം ടു പുട്ട് അപ്പ് ദ മാർക്യൂ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവരുടെ ഈ മാർക്യൂ പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പന്തലുണ്ടാവില്ലേ, ഈ ഒരു ഗാർഡൻ പാർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പന്തൽ, അതിന് ഉള്ള ജോലിക്കാരെന്താണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോറയുടെ സിസ്റ്ററാണ് മെഗ് എന്ന് പറഞ്ഞത്. ഈ മെഗ് എന്താണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചായയൊക്കെ കുടിക്കാനുള്ള ഒരു തിരക്കിലാണ്. അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്ററുണ്ട്, ജോസ് എന്നാണ് പേര്. അവരും എന്താണ് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫസ്റ്റുള്ള ഒരു പാർട്ടി നടക്കുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, കുട്ടി ചോദിക്കുകയാണ് എവിടെയാണ് അമ്മ ഈ മാർക്യൂ പുട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എവിടെയാണ് നടത്തേണ്ടതെന്ന് ഇവർ വന്നപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈ ഡിയർ ചൈൽഡ്, ഇറ്റ്സ് നോ യൂസ് ആസ്കിങ് മീ, നീ എന്താണ് അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഗാർഡനർ എന്ന് പറഞ്ഞാൽ എത്രയും നേരത്തെ എണീറ്റ് തന്നെ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം, നല്ല രീതിയിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, ഗ്രാസ് ആണെങ്കിലും ലോൺസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്യണം. റോസ് ഫ്ലവേഴ്സ്, ഈ റോസ് ഫ്ലവേഴ്സിനെ എല്ലാവരെയും എന്താണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് റോസ്. കാരണം എല്ലാവർക്കും അറിയുന്ന ഫ്ലവേഴ്സാണ് റോസസ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേര് ലിറ്ററലി ഹൺഡ്രഡ്സ് എന്താണ് ഒരു സിംഗിൾ നൈറ്റിൽ ഇവിടെ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ എന്താണ് ഈ ഒരു പാർട്ടിയിൽ വളരെ അട്രാക്റ്റഡ് ആയിരിക്കണം, അവർക്കൊക്കെ വളരെ ഇംപ്രസീവ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സെറ്റിങ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് കുട്ടി ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ മാർക്യൂ പുട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാക്കി എവിടെയാണ് പുട്ട് ചെയ്യേണ്ടത് എന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, മൈ ഡിയർ ചൈൽഡ്, ഇറ്റ്സ് നോ യൂസ് ആസ്കിങ് മീ, അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതില്ല, എല്ലാം നിങ്ങൾ കുട്ടികൾക്കാണ് ഈ വർഷം വിട്ട് തന്നിട്ടുള്ളത്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ നിങ്ങളുടെ അമ്മയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നോളൂ, എന്നെ ഒരു ഹോണേഡ് ഗസ്റ്റായിട്ട് നിങ്ങൾ കാണൂ എന്നൊക്കെ പറയുകയാണ് അമ്മ. അപ്പോൾ ലോറയുടെ സിസ്റ്റർ, നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് ലോറ എന്നാണ്. ലോറയുടെ ഒരു സിസ്റ്ററിൻ്റെ പേര് മെഗ്ഗാണ്. അപ്പം മെഗ്ഗിന് എന്താണ് ഇങ്ങനെ ആളുകളെ പോയിട്ട് സൂപ്പർവൈസ് ചെയ്യാനും അതിനുള്ളൊരു കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ അത്ര ഒരു വെച്ചാൽ ആളുകളെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതൊന്നും മെഗ്ഗിനില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവൾ ഹെയറൊക്കെ വാഷ് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ. ഷി വാഷ്ഡ് ഹെർ ഹെയർ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഫി കുടിക്കുകയാണ്. ഗ്രീൻ ടർബാനിൽ എന്താണ് ഇരുന്ന് കോഫി കുടിക്കുകയാണ്. അങ്ങനെ ഇവർ മെഗ്ഗിൻ്റെ ഈ ഒരു കാര്യം ചെയ്യാണ്. ജോസ് അതുപോലെ തന്നെ ഒരു സിൽക്ക് പെറ്റിക്കോട്ടും കിമോണോ ജാക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ലോറയെ എടുത്ത് പറയുകയാണ്, നീ പോയി അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യൂ, നീയാണ് കൂടുതൽ ആർട്ടിസ്റ്റിക് വൺ എന്ന് ലോറയുടെ അടുത്ത് പറയുകയാണ്. Away, Laura flew still holding her piece of bread and butter. It's so delicious to have an excuse for eating out of doors, and besides she loved having to arrange things. She always felt she could do it so much better than anybody else. അപ്പോൾ ലോറയ്ക്ക് എന്താണ് ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ താല്പര്യമാണ്. അവൾ ഒരു പീസ് ഓഫ് ബ്രെഡും ബട്ടറൊക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവൾക്ക് എന്താണ് അത് ഔട്ട്ഡോർസിൽ നിന്ന് കഴിക്കാൻ എന്താണ് അത് ഇഷ്ടവുമാണ്. അപ്പോൾ അവൾ മാത്രമല്ല അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനെന്ന് വെച്ചാൽ ആളുകളെ സൂപ്പർവൈസ് ചെയ്യാനും ഇങ്ങനെയുള്ള പാർട്ടിക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് തന്നെ തോന്നാറുണ്ട് മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ തനിക്ക് കഴിയുമെന്നെന്താണ് അവൾക്ക് തോന്നാറുമുണ്ട്. 4 men in their shirt sleeves stood grouped together on the garden path. They carried staves covered with rolls of canvas, and they had big tool bags slung on their backs. They looked impressive. Laura wished now that she had not got the bread and butter, but there was nowhere to put it, and she couldn't possibly throw it away. She blushed and tried to look severe and even a little bit short-sighted as she came up to them. അപ്പം നമ്മുടെ ഈ ഒരു മാക്കി പുട്ട് ചെയ്യാൻ വന്നത് 4 ആളുകളാണ്. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സെറ്റിങ്സ് നടത്താൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ അത് ചെയ്യാനുള്ള ടൂൾ ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ വളരെ ഇമ്പ്രസീവായിട്ടാണ് ലോറയ്ക്ക് തോന്നുന്നത്. ലോറയ്ക്ക് തോന്നുകയാണ് താൻ ഈ ഒരു ബ്രെഡും ബട്ടറും എടുത്ത് വന്നത് ശരിയായില്ല എന്ന് തോന്നുകയാണ്. കാരണം അവിടെ ഒന്ന് വെക്കാനുള്ളൊരു സ്പേസ് കണ്ടില്ല. അവൾക്കാണെങ്കിൽ അത് വലിച്ചെറിയാനും കഴിയില്ല. അങ്ങനെ ഒരു രീതിയിലാണ് അവൾ നിൽക്കുന്നത്. "Good morning," she said, copying her mother's voice, but that sounded so fearfully affected that she was ashamed and stammered like a little girl. "Oh, have you come? Is it about the Mackie?" അപ്പോൾ ഇവളെന്താണ് അവരെ അഡ്രസ്സ് ചെയ്യാണ്, അവരെ ഗ്രീറ്റ് ചെയ്യാണ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗ്രീറ്റ് ചെയ്യാണ്. അവരുടെ അമ്മയുടെ ഒരു വോയിസ് എടുത്തുകൊണ്ടാണ് അത് കോപ്പി ചെയ്തുകൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് അതൊരു അഷെയിംഡായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ അവൾക്ക് അതുപോലെ ചെയ്യാൻ കഴിയാത്തത് പോലെയൊക്കെ തോന്നുകയാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ പിന്നീട് ഒരു സ്റ്റാമറിങ് വരുന്നുണ്ട്.
എന്നിട്ട് സ്റ്റാമറിങ് ആയിട്ട് അവൾ ചോദിക്കുകയാണ്, ഓ ഹാവ് യു കം ഈസ് ഇറ്റ് അബൌട്ട് എ മാക്കി, നിങ്ങളിവിടെ മാക്കി വെക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദാറ്റ്സ് റൈറ്റ് മിസ് സെഡ് ദ ടോളസ്റ്റ് ഓഫ് ദ മാൻ, ലാങ്കി ഫ്രെക്കിൾഡ് ഫെല്ലോ, ആൻഡ് ഹി ഷിഫ്റ്റഡ് ഹിസ് ടൂൾ ബാഗ്, നോക്ക്ഡ് ഹിസ് സ്ട്രോ ഹാറ്റ് ആൻഡ് സ്മൈൽഡ് ഡൗൺ അറ്റ് ഹെർ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിലുള്ള ടോളസ്റ്റ് ആയിട്ടുള്ള ആൾ പറയുകയാണ്, നീണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ ഒരു ഫെല്ലോ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ടൂൾ ബാഗ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അതെ അതെ ഞങ്ങളത് മാക്കി വെക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ ഇവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. His smile was so easy, so friendly, that Laura recovered. What nice eyes he had, small, but such a dark blue. And now she looked at the others. They were smiling too. Cheer up, we won't bite. Their smiles seemed to say how very nice workmen were, and what a beautiful morning. She mustn't mention the morning. She must be business like the Mackey. അപ്പോൾ ഇയാൾ ചിരിച്ചപ്പോൾ എന്താണ്, അവൾ കരുതുകയാണ് എത്ര ഈസി ആയിട്ട് എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ എന്താണ്, ഇവൾ വളരെ ഇമ്പ്രസീവ് ആവുകയാണ്. ഇയാളെ ശ്രദ്ധിക്കുകയാണ്, ഇയാൾക്ക് എത്ര ചെറിയ കണ്ണുകളാണ്, പക്ഷെ അത് വളരെ നൈസാണ്, ഒരു ഡാർക്ക് ബ്ലൂ ഐസാണ്. അവൾ വേറെയുള്ള വർക്ക്മാനെയും ശ്രദ്ധിക്കുകയാണ്, അവരും ചിരിക്കുന്നുണ്ട്. അവർ ചിരിക്കുമ്പം തനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചിരിയിലൂടെ അവർ പറയുന്നത് ചിയർ അപ്പ്, വി വോണ്ട് ബൈറ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവരുടെ സ്മൈൽ സീം ടു സേ. അപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് എത്ര നൈസാണ് ഈ വർക്ക്മാൻ എന്ന് തോന്നുകയാണ്, എത്ര ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ് ഇത് എന്നൊക്കെ അവൾക്ക് ആ ഒരു മോർണിംഗ് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുകയാണ്. കാരണം അവൾ അത്രയും സമയത്തും ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവരെന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ് ആണ്, ഇവർ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ വർക്ക്മാനാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു ധാരണ തന്നെ ഇവിടെ മാറുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ എന്താണ് ഈ ഒരു മാക്കി പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നൈസായിട്ടുള്ള ഒരു ക്യാരക്ടറോട് കൂടി വളരെ ഇംപ്രസീവായിട്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെൽ വാട്ട് അബൌട്ട് ദ ലില്ലി ലോൺ, വുഡ് ദാറ്റ് ഡു? ആൻഡ് ഷീ പോയിന്റഡ് ടു ദ ലില്ലി ലോൺ വിത്ത് എ ഹാൻഡ് ദാറ്റ് ഡിഡ്ന്റ് ഹോൾഡ് ദ ബ്രെഡ് ആൻഡ് ബട്ടർ. They turned, they stared in the direction. A little fat chap thrust out his underlip, and the tall fellow frowned. I don't fancy it, said he, not conspicuous enough. You see, with a thing like a marquee, and he turned to Laura in his easy way, you want to put it somewhere where it will give you a bang slap in the eye if you follow me. അപ്പോൾ ഇനി നമുക്ക് ഈ മാക്കി എവിടെയാണ് പുട്ട് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കണം. അപ്പോൾ ഇവർ ഈ ഒരു മാക്കി പുട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പം അവരെടുത്ത് നമ്മുടെ ലോറ ചോദിക്കുകയാണ്, എവിടെ ഈ ലില്ലി ലോണിൽ വെച്ചാൽ, അല്ലെങ്കിൽ ലില്ലിൻ്റെ പുൽത്തകിട് ഉണ്ടാവില്ലേ ആ ഒരു ലോണ്, അവിടെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്, അല്ലെങ്കിൽ അവിടെ വെച്ചാലോ എന്ന് ലോറ അഭിപ്രായം പറയുകയാണ്. എന്നിട്ട് അവൾ ലില്ലി ലോണിലേക്ക് കൈ ചൂണ്ടുകയാണ്, അവളുടെ ബ്രെഡും ബട്ടറും പിടിക്കാത്ത ഒരു കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ആ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുകയാണ്, ആ ഒരു ലില്ലി ലോണിൻ്റെ അവിടേക്ക് നോക്കുകയാണ്. അപ്പോൾ അതിലുള്ള ലിറ്റിൽ ഫാറ്റ് ആയിട്ടുള്ള ഒരു മാൻ ഉണ്ട്, അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ ടോൾ ഫെല്ലോവും ഒക്കെ എന്താണ് ഒരു ഇഷ്ടക്കേട് പോലെ, അല്ലെങ്കിൽ ടോൾ ഫെല്ലോ ഫ്രോൺ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ ഫാറ്റ് ചാപ്പ് അദ്ദേഹത്തിൻ്റെ ലിപ്സ് അണ്ടർ ലിപ്പ് ത്രസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ എന്താണ് ത്രസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ വെക്കാനൊരു ഇഷ്ടക്കേട് പോലെ, അല്ലെങ്കിൽ അത് അവിടെ വെച്ചാൽ നന്നാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അവരവിടെ നടത്തുന്നത്. I don't fancy it, said he, not conspicuous enough, you see, with a thing like a marquee. And he turned to Laura in his easy way. You want to put it somewhere where it will give you a bang slap in the eye if you follow me. അപ്പോൾ ഇയാൾ പറയുകയാണ്, എനിക്ക് അവിടെ വെക്കുന്നതിൽ ഒരു ഫാൻസ് അല്ലെങ്കിൽ അതൊരു ഇഷ്ടം തോന്നുന്നില്ല, അതല്ലെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് കണ്ണുകൾക്ക് ഒരു ഭംഗി, അല്ലെങ്കിൽ കണ്ണുകൾക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഒരു ഭംഗി ആസ്വദിക്കാൻ പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ അത്രയും ഭംഗിയിൽ വേണം നമുക്ക് ഈ ഒരു മാക്കി സെറ്റ് ചെയ്യാൻ എന്നാണ് അവർ അഭിപ്രായം പറയുന്നത്. ലോറാസ് അപ്ബ്രിങ്ങിങ് മെയ്ഡ് ഹർ വണ്ടർ ഫോർ എ മൊമെൻറ്റ് വെദർ ഇറ്റ് വാസ് ക്വൈറ്റ് റെസ്പെക്ട്ഫുൾ ഓഫ് എ വർക്ക്മാൻ ടു ടോക്ക് ടു ഹർ ഓഫ് bang slap in the eye, but she did quite follow him. A corner of the tennis court, she suggested, but the band's going to be in one corner. അപ്പോൾ ഇവിടെ ലില്ലി ലോണിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു വർക്ക്മാനിന് അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അവർ പറയുന്നത് ഒരു കണ്ണുകൾക്ക് അല്ലെങ്കിൽ കാഴ്ചക്ക് ആളുകൾക്ക് വേഗം അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഹൈലി വിസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വേണം അത് വെക്കാനെന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ വെക്കുന്നത്.
അപ്പോൾ ലോറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു അപ്ബ്രിങ്ങിങ്, അവളെ അതുവരെ അവൾ വളർന്നു വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയോ അവൾ ഇപ്പോൾ ഈ ഒരു വർക്ക്മാനിൻ്റെ ഇടപെടലുകളിലൂടെ എന്താണ് അവൾക്ക് എന്തൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. താൻ ധരിച്ചു വെച്ചതുപോലെയല്ല ഇവർ, അല്ലെങ്കിൽ ഇവരുടെ കഴിവുകളെന്നും അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശങ്ങളിലൂടെ എന്താണ് ഇവൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് ഈ ഒരു വർക്ക്മാനെ ഈ ഒരു വെച്ചാൽ അറ്റൻഷൻ കിട്ടുന്ന ആളുകൾക്ക് അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ഒരു മാക്കി സ്ഥാപിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ വെക്കുമ്പോൾ ഇവൾ ശരിക്കും പറഞ്ഞാൽ വണ്ടർ ആവുകയാണ് ചെയ്യുന്നത് ഇവളെടുത്ത് ഇങ്ങനെ നിർദ്ദേശിക്കുന്ന സമയത്ത്. എന്തായാലും എന്താണ് ഇവളോട് പറയാണ് ഞങ്ങളെ ഫോളോ ചെയ്യാണ്. മിണ്ടാതെ തന്നെ അയാളെ എന്താണ് ഫോളോ ചെയ്യാണ്. എ കോർണർ ഓഫ് ദ ടെന്നീസ് കോർട്ട് ഷീ സജസ്റ്റഡ്. പിന്നെ അവൾ സജസ്റ്റ് ചെയ്യുന്നത് ടെന്നീസ് കോർട്ടിൻ്റെ ഒരു കോർണറിൽ വെച്ചാലോ എന്നാണ് അവൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആൾ പറയാണ് ബട്ട് ദ ബാൻഡ് ഈസ് ഗോയിങ് ടു ബി ഇൻ വൺ കോർണർ. അപ്പോൾ ബാൻഡ് ഒരു കോർണറിലല്ലേ നടക്കുക എന്നുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ അങ്ങനെ അയാളും പോയിന്റ് ചെയ്യുന്നുണ്ട്. Going to have a band, are you? said another of the workmen. He was pale. He had a haggard look as his dark eyes scanned the tennis court. What was he thinking? അപ്പോൾ അതിലുള്ള വേറൊരു വർക്ക്മാൻ പറയാണ് ശരിയാണ് ബാൻഡ് ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ കണ്ടാൽ ഒരു പെയിലാണ്, വളരെ പെയിലായിട്ട് ഒരു ഹഗാർഡ് ലുക്കിലാണ്. ആസ് ഇസ് ഡാർക്ക് ഐസ്, അദ്ദേഹത്തിൻ്റെ ഡാർക്ക് ഐസ് ആ ഒരു ടെന്നീസ് കോർട്ട് തന്നെ സ്കാൻ ചെയ്യാണ്. എന്തായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവുക എന്ന് അപ്പോൾ ലോറ എന്താണ് ചിന്തിക്കുകയാണ്. ലെറ്റ്സ് കണ്ടിന്യൂ അവർ സ്റ്റോറി ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.